അറസ്റ്റ് ചെയ്ത നിങ്ങൾക്കെല്ലാം പോലീസുകാരെ പൊതുവിളിച്ച് ഞങ്ങളുടെ പേരിലേക്കിട്ട് 15 ദിവസക്കാലം ഞങ്ങൾ സഖാക്കളെ ജയിലിലിട്ടാൽ നിങ്ങൾ വിചാരിച്ചു ഡിവൈഎഫ്ഐ പ്രസ്ഥാനം ഇവിടെ തകരുമെന്ന്. എന്നാൽ മനസ്സിലാക്കിക്കോ, ഒരാളുടെയും ഒരു റെസിപ്റ്റും കിട്ടാതെ ഞങ്ങളുടെ സഖാക്കൾ ബക്കറ്റിനകത്ത് പിരിച്ചെടുത്ത് പണം കൊണ്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ ഞങ്ങൾ പിരിച്ചെടുത്തിട്ടില്ല. ഞങ്ങളോട് ഈ സമ്മേളനത്തിന് കെട്ടുമട്ടം കണ്ട 1000ങ്ങളും 2000ങ്ങളും നിന്ന ഈ നാട്ടിലെ സഹൃദയായ ആളുകളുണ്ട്. അവരെ അനുസ്മരിക്കാൻ, അവരോട് നന്ദി പറയാൻ ഈ സ്വാഗത പ്രസംഗം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ നാട്ടില് ഇത്തരത്തിൽ ഭരണം നടത്തിയാൽ ഓരോ സമ്മേളനങ്ങളും ഒരിടപെടലുമില്ലെങ്കിലും ജനലക്ഷങ്ങൾ ഒഴുകി വരും. കാരണം ജീവിക്കുവാനുള്ള സാഹചര്യത്തിന് വേണ്ടി കാർഷിക തൊഴിലാളിയും കർഷകരും ഇവിടെ കൂലി വേലക്കാരനും എല്ലാവരും സമരത്തിലാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഈ പൊതുസമ്മേളനമെന്ന ഒരു താക്കീത് ഭരണകൂടത്തിന് നൽകാൻ ഇത് ഉപയോഗിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംഘടനാ സമ്മേളനം ഇന്നലെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ സഖാവ് വേണുവിന്റെ ശവകുടീരത്തിൽ നിന്ന് സഖാവിന്റെ അച്ഛൻ കൊളുത്തിവിട്ട ദീപശിഖ ഏറ്റുമായി കൊണ്ടുവന്ന്, അതുപോലെ തന്നെ സഖാവ് നാസർ ഖാന്റെ ജന്മനാട്ടിൽ നിന്ന് കൊടിമര ജാഥയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ ജന്മനാടായ വെള്ളുവങ്ങാട് നിന്ന് പതാക ജാഥയും 3 ജാഥകളും ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് 100 കണക്കിന് വരുന്ന മോട്ടോർ ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി സംഗമിച്ച ഈ പൊതുസമ്മേളനം